ഹലോ ഗായ്സ്, SR സിമ്പിൾ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു പഴമാങ്ങ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ? ഒരു പഴമയുടെ രുചി ആർക്കും ഇഷ്ടമല്ലാത്തതല്ലേ? അപ്പോൾ നമുക്കതിന് വേണ്ടി ഒരു വലിയ മാങ്ങ എടുക്കുക. അതിനകത്ത് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് അടുപ്പത്ത് വെക്കുക. അതിനകത്ത് ഒരു പച്ചമുളക് ഞാൻ എരിവിന് വേണ്ടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ശകലം മുളക് പൊടിയും. ഓക്കെ, അതൊക്കെ എരിവിനനുസരിച്ച് അവനവൻ്റെ രീതിയിൽ ചെയ്യാം. അതിനുശേഷം ഞാൻ അടച്ച് വെച്ച് വേവിച്ചു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കിയപ്പോഴത്തേനും അത് ഏകദേശം വേവായിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു കുഞ്ഞു പീസ് ശർക്കര ഇട്ട് കൊടുത്തു. അത് മാങ്ങയ്ക്ക് നല്ല എന്താ പറയുക, പുളി ഉണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ തൈരിനും മോരിനൊക്കെ പുളി ഉണ്ടെങ്കിൽ സാധാരണ നമ്മളൊരു പീസ് ശർക്കര ഇട്ട് കൊടുക്കാറുണ്ട്. അതിനുശേഷം കുറച്ച് കഴിഞ്ഞ് അത് വെന്തോന്ന് നോക്കുക. ഏകദേശം മാങ്ങ വെന്തിട്ടുണ്ട്, നല്ലപോലെ വെന്തിട്ടുണ്ട്, ഏകദേശം അല്ല. അപ്പോൾ അതിങ്ങനെ ഞെക്കി കഴിയുമ്പോൾ അറിയാൻ പറ്റും. പിന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ട് അരപ്പുണ്ടാക്കാം. കുറച്ച് തേങ്ങയും കൊച്ചുള്ളിയും ജീരകവും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ തൈര്, ഇത് എല്ലാം കൂടെ കൂട്ടി, ഇത് മൂന്നും പിന്നെ തൈരും കൂട്ടി ഞാൻ നല്ലതായിട്ട് മിക്സിയിലിട്ട് അടിച്ച് കൊടുക്കുന്നുണ്ട്. മോരാണെങ്കിൽ അങ്ങനെ ചെയ്യണ്ട, സെപ്പറേറ്റ് ആയിട്ട് തന്നെ എടുക്കാം. ഈ തൈര് കട്ട കട്ട പോലെ കിടക്കും. ഇതിങ്ങനെ മിക്സ് ആകുമ്പോഴത്തേനും എല്ലാം കൂടെ കൂടി നല്ലതായിട്ട് ബ്ലെൻഡാവും. പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം, ഒരു കളറിന് വേണ്ടിയിട്ട്. മിശ്രിതം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടത് ഇപ്പം ഇങ്ങനെ ഒരു ഇതാണ് കിട്ടിയത്. പിന്നെ പതിയെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം സ്റ്റവ് ഓണാക്കി ഒന്ന് തിള വരുന്നു. നല്ല പോലെ തിള വരണ്ട, കാരണം മോര് പിരിഞ്ഞു പോവും. ഒന്ന് തിള വരുമ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആ ചൂടിൽ തന്നെ ആയിക്കോളും. അതിനുശേഷം നമ്മൾ താളിക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. പിന്നെ താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ താളിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ. പിന്നെ ഇത് നമുക്ക് വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയൊരു കറി കേട്ടോ. സത്യത്തിൽ ഇത് കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി വാങ്ങിച്ച മാങ്ങയാണ് കേട്ടോ. ഞാനാണെങ്കിൽ എളുപ്പത്തിലൊരു കറി ഉണ്ടാക്കാം എന്ന രീതിയിൽ എടുത്തതാണ്. അപ്പം നമുക്കിനി അടുത്തത് താളിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയും കടുക്, ഉലുവ, വറ്റൽ മുളക്, പിന്നെ കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ഉലുവയും കടുകും ഞാൻ ഇട്ട് കൊടുത്തു പെട്ടെന്ന്. പിന്നെ ഉലുവ മസ്റ്റാട്ടോ മോര് കറിയിൽ. എനിക്ക് യൂഷ്വലി അതിന് ഭയങ്കര ഒരു ടേസ്റ്റ് ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടാവാറുണ്ട് ഉലുവ ഇട്ട് കഴിയുമ്പം. പിന്നെ നമ്മുടെ കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം നോക്കുക. പിന്നെ നമ്മുടെ കറിവേപ്പിൻ്റെ പച്ചപ്പ് അങ്ങ് മാറാതെ ഒരു കരിഞ്ഞ പോലെ അങ്ങനെ ആ ഒരു സ്റ്റേജിൽ എത്തരുത്. അതിക്ക് മുമ്പ് നമ്മളത് എടുത്ത് താളിച്ചൊഴിക്കണം. അതിന് ഞാനാണെങ്കിൽ ശകലം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, അതൊരു കളറിനൊക്കെ വേണ്ടിയിട്ട്. നിങ്ങളങ്ങനെ ചെയ്യാറുണ്ടോ? ഞാൻ താളിക്കുന്ന മിക്ക കറിയിലും അങ്ങനെ ചെയ്യാറുണ്ട്. ഒരു ഗാർണിഷ് എന്ന രീതിയിലും ഒരു കളറിനൊക്കെ വേണ്ടിയിട്ട് ഞാനങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ നമുക്കൊരു നല്ല കളറും അതിങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. ആഹാ, എന്ത് രസം! ഞാൻ തന്നെ എന്നെ പുകഴ്ത്താണ്, നിങ്ങൾ പുകഴ്ത്തണമെന്നില്ല. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് പുകഴ്ത്തിയാൽ മതി കേട്ടോ. പിന്നെ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഓക്കെ, ശരി, നമുക്കിനി നമ്മുടെ പഴമാങ്ങ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു നല്ല സർവിങ് ഡിഷിലോട്ട് മാറ്റി ചോറിനൊപ്പം കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ കൊച്ചു വ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം എന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടില്ലേ. അപ്പോൾ എന്നെ ഇത്ര നേരം സഹിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. താങ്ക് യു സോ മച്ച്.